മാവോയിസ്റ്റ് സ്വാധീന മേഖലയായിരുന്ന ദണ്ഡേവാഡയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് മാ ദന്തേശ്വരി മന്ദിർ. ഇന്ത്യയിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ശക്തിപീഠങ്ങളിൽ ഒന്നാണിത്. ദണ്ഡേവാഡ പട്ടണത്തിന് ആ പേര് ലഭിച്ചതിന് പിന്നിലും ഈ ക്ഷേത്രമാണ്. ദന്തേവാഡയിലെ മാ ദന്തേശ്വരി ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശക്തിപീഠങ്ങളിൽ ഒന്ന്. ആ കാഴ്ചകളിലേക്കാണ് ജനം TV പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ബസ്തർ ജനതയുടെ കുലദേവതയാണ് മാ ദന്തേശ്വരി. ബസ്തർ കാടുകളിൽ പുണ്യനദികളായ ശങ്കിനി, ധങ്കിണി എന്നിവയുടെ സംഗമസ്ഥാനത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 14-ാം നൂറ്റാണ്ടിൽ കാകതീയ രാജവംശത്തിലെ ഭരണാധികാരികൾ നിർമ്മിച്ചതാണ് ക്ഷേത്രമെന്ന വിശ്വാസം. ദന്തേശ്വരി ദേവിയുടെ കടുത്ത ഉപാസകരായിരുന്നു ഇവർ. ശക്തിപീഠങ്ങളുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ദക്ഷയാഗവും സതീദേവിയുടെ ജീവത്യാഗവും തന്നെയാണ് ഇവിടെയും ഐതിഹ്യ പിൻബലം. സതീദേവിയുടെ ദന്തം വീണ സ്ഥലം എന്ന രീതിയിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് ദന്തേശ്വരി എന്ന പേര് കിട്ടിയത്. प्राय पूरे उड़ीसा हो गया, फिर आंध्र प्रदेश हो गया, बस्तर हो गया, सभी देवी देवताओं को इधर लाएंगे. उसमें ज़्यादा हम लोग को खर्चा, उसमें भी राज्य सरकार देगा. फिर हमारा मंदिर ट्रस्ट है, ये भी उसमें पूरा पूजा पाठ का इंतजाम करवाएगा. 2 नवरात्र, फागुन महीना में होली त्यौहार. മരക്കുടിലിൽ നിർമ്മിച്ചതാണ് ക്ഷേത്രത്തിന്റെ മുൻഭാഗം. പ്രവേശന കവാടത്തിന് എതിർവശത്ത് കല്ലിൽ നിർമ്മിച്ച പുരാതന ഗരുഡസ്തംഭം ഉയർന്നു നിൽക്കുന്നു. ഗർഭഗൃഹം, മഹാമണ്ഡപം, മുഖ്യമണ്ഡപം, സഭാമണ്ഡപം എന്നിങ്ങനെ ക്ഷേത്രത്തെ 4ആയി തരം തിരിച്ചിട്ടുണ്ട്. കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ദേവിയുടെ വിഗ്രഹം വ്യത്യസ്ത നിറങ്ങളുള്ള പൂക്കളാലും ആഭരണങ്ങളാലും പരമ്പരാഗത വസ്ത്രങ്ങളാലും മനോഹരമായി അലങ്കരിക്കും. അതിമനോഹരമാണ് പ്രധാന ക്ഷേത്രവും ഉപദേവതാ സ്ഥാനങ്ങളും. ദസറ ആഘോഷമാണ് ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ദന്തേവാഡയിലെ ദസറ 1 മാസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ദസറ സമയത്ത് സമീപ ഗ്രാമങ്ങളിൽ നിന്നും വനങ്ങളിൽ നിന്നുമുള്ള ആയിരക്കണക്കിന് ഗോത്രവർഗക്കാർ ക്ഷേത്രത്തിൽ ഒത്തുകൂടും. വിഗ്രഹം ക്ഷേത്രത്തിൽ നിന്ന് എടുത്ത് ആചാരപരമായ ഗ്രാമപ്രദക്ഷിണം നടക്കും. നവരാത്രി സമയത്ത് ജ്യോതി കലശങ്ങൾ കത്തിക്കുന്ന പാരമ്പര്യവും ഇവിടെയുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് ഭീകരതയ്ക്ക് അന്ത്യം കുറിക്കപ്പെടും. അന്ന് ദന്തേവാഡയിലെ മാ ദന്തേശ്വരി ക്ഷേത്രത്തിലേക്ക് നമുക്ക് ഏവർക്കും എത്തിച്ചേരാനുമാകും. ആ സുദിനത്തിനായി കാത്തിരിക്കാം. ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഛത്തീസ്ഗഡ്.